എന്തുകൊണ്ട് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ടു? അല്ലെങ്കിൽ എന്തുകൊണ്ട് സഞ്ജുവിനെ രാജസ്ഥാൻ പിടിച്ചു നിർത്തിയില്ല? കൊച്ചി രാഹുൽ ദ്രാവിഡുമായുള്ള അസ്വാരസ്യം മുതൽ റിയാൻ പരാഗ് വരെയുള്ള അനേകം കാരണങ്ങൾ അതിനു പിന്നിലുണ്ടെന്ന് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ റിയലിസ്റ്റിക്കായ ഒരു കാരണം കൂടി അതിനു പിന്നിലുണ്ടായിരുന്നു. യെസ്, വൈഭവ് സൂര്യവംശി. പോയ സീസണിൽ സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റൻ പരിക്ക് കാരണം പുറത്തിരിക്കുമ്പോൾ രാജസ്ഥാന് കിട്ടിയ നിധിയായിരുന്നു വൈഭവ്. IPL-ലെ ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചു തുടങ്ങിയ വൈഭവ് വൈകാതെ ഒരു സെഞ്ചുറിയും നേടി വരവറിയിച്ചു. ഈ കൗമാരക്കാരനിൽ രാജസ്ഥാൻ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ് തന്നെയാണ് കണ്ടത്. കൂടെ നിൽക്കാൻ യശസ്വി ജയ്സ്വാൾ കൂടിയുള്ളപ്പോൾ ഓപ്പണറായ സഞ്ജു സാംസൺ പോയാലും പ്രശ്നമില്ല എന്ന തീരുമാനത്തിലേക്ക് രാജസ്ഥാൻ എത്തിയിരുന്നു. സീസൺ ഇനിയും ബാക്കിയുണ്ട്. സഞ്ജു സാംസൺ എന്ന പ്രതിഭയ്ക്ക് കംബാക്കിനായി ഇനിയും സമയവുമുണ്ട്. പക്ഷേ സീസണിലെ ആദ്യ മത്സരം തീരുമ്പോൾ രാജസ്ഥാന് വലിയ ആശ്വാസമുണ്ട്. കാരണം പരാഗിൻ്റെ തട്ടകമായ ഗുവാഹത്തിയിൽ വന്ന് സഞ്ജു സാംസൺ തകർത്തടിക്കുകയും ചെന്നൈ വിജയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ രാജസ്ഥാൻ അത് വലിയ അപമാനമാകുമായിരുന്നു. ഇനി മത്സരത്തിലേക്ക് വരാം. രാജസ്ഥാൻ റോയൽസിന് തൊട്ടതെല്ലാം ശരിയായ, എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തൊട്ടതെല്ലാം തെറ്റിയൊരു മത്സരം. മിനിയാന്നും ഇന്നലെ വൈകുന്നേരവും ടാർപോളിൻ ഷീറ്റിൽ നനഞ്ഞു കിടന്ന പരസ്പര സ്റ്റേഡിയത്തിൽ ടോസ് അതിനിർണായകമായിരുന്നു. രാജസ്ഥാൻ അത് നേടുകയും ചെയ്തു. ജോഫ്ര ആർച്ചറും നാന്ദേ ബർഗറും അത് ശരിവെച്ച് ടെസ്റ്റ് മാച്ച് ലൈനുകളിലാണ് പന്തെറിഞ്ഞത്. പിച്ചിനെ മനസ്സിലാക്കുന്നതിൽ സഞ്ജുവിന് പാളിച്ചയുണ്ടെന്ന് ആദ്യം മുതലേ വ്യക്തമായിരുന്നു. എഡ്ജായി വീണ ബൗണ്ടറിയിൽ തന്നെ അത് വ്യക്തം. പിന്നാലെ നാന്ദ്ര ബർഗറിൻ്റെ സുന്ദരമായൊരു പന്തിൽ സഞ്ജുവിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. പിന്നാലെ ഋതുരാജ് ഗെയ്ക്വാദിനെ ക്ലീൻ ബോൾഡാക്കി ജോഫ്ര ആർച്ചറുടെ മാസ് എൻട്രി. ആയുഷ് മാത്രയും ഡെവാൾഡ് ബ്രേവ്സിൻ്റെ അഭാവത്തിൽ വന്ന മാത്യു ഷോട്ടും അതേ വേഗത്തിൽ തന്നെ മടങ്ങി. സർഫ്രാസ് ഖാനും കാർത്തിക് ശർമ്മക്കും മികച്ച തുടക്കം കിട്ടിയെങ്കിലും മുതലാക്കാനായില്ല. പിന്നാലെ ആദ്യ ഓവറിനായി പന്തെടുത്ത രവീന്ദ്ര ജഡേജ 2 വിക്കറ്റുകൾ നേടി രാജസ്ഥാൻ റീ എൻട്രി ഗംഭീരമാക്കുന്ന ചിത്രം. ഒരു കാലത്ത് തൻ്റെ തട്ടകമായ ടീമിനെതിരെയാണ് ഈ നേട്ടമെന്നത് ജഡേജയുടെ ഒരു മധുര പ്രതികാരം കൂടിയായി വായിച്ചെടുക്കാം. വലിയ നാണക്കേടിലേക്ക് പോകേണ്ട ഒരു ഇന്നിങ്സിനെ താങ്ങി നിർത്തിയതിന് ചെന്നൈ നന്ദി പറയേണ്ടത് 8ാമനായി വന്ന ജാമി ഓവർട്ടനോടാണ്. അവസാന വിക്കറ്റിൽ ഓവർട്ടണും അൻഷുൽ കമ്പോജും ചേർന്നെടുത്തത് 33 റൺസാണ്. CSK ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന അവസാന വിക്കറ്റ് കൂട്ടുകെട്ടാണിത്. മറുവശത്ത് രാജസ്ഥാനായി പന്തെടുത്ത ആരും മോശമാക്കിയില്ല. സ്പിന്നർമാരും പേസർമാരും ഒരുപോലെ തിളങ്ങി. ഈ IPL സീസണിലെ ആദ്യ 2 മത്സരങ്ങളും ബാറ്റർമാരുടേത് മാത്രമായിരുന്നുവെങ്കിൽ പരസ്പര സ്റ്റേഡിയത്തിൽ നിന്നും ബോളർമാർ തല ഉയർത്തിയാണ് തിരിച്ചു നടന്നത്. വെറും 127 റൺസുമായി രാജസ്ഥാനെ മറിച്ചിടാനുള്ള അത്ര മിടുക്ക് ചെന്നൈക്കുണ്ടോ എന്ന ചോദ്യമായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. മാറ്റ് ഹെൻറിയുടെ ആദ്യ ഓവറിൽ തന്നെ വൈഭവിനെ ടൈമിംഗ് തെറ്റിയതാണ്. ഹാർഡ് ലെങ്ത് ഡെലിവറി മിസ്സിറ്റായി മിഡ് വിക്കറ്റിലേക്ക് ഉയർന്നെങ്കിലും കാർത്തിക് ശർമ്മക്ക് അത് പിടിച്ചെടുക്കാനായില്ല. വിക്കറ്റ് എന്ന് കരുതിയ ആ പന്തിൻ്റെ സഞ്ചാരം അവസാനിച്ചത് ബൗണ്ടറി റോപ്പിലാണ്. പക്ഷേ ഇത് വൈഭവ് സൂര്യവംശിയാണ്. തൊട്ടടുത്ത പന്തിൽ തൻ്റെ ഇടംകൈ കൊണ്ട് വീശിയ ഷോട്ട് പറന്നു വീണത് വൈഡ് ലോങ് ഓണിൽ. മാർച്ച് 27-ന് 15 വയസ്സ് തികഞ്ഞ വൈഭവ് ക്രിക്കറ്റ് ലോകത്തിന് വീണ്ടും വീണ്ടും സിഗ്നലുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ വൈഭവിൻ്റെ ഷോട്ടുകൾ ടെക്നിക്കലി അത്ര സോളിഡ് അല്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവൻ്റെ ധീരതയും ഹാൻഡ് പവറും ഒരു 15-കാരിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. തൻ്റെ ഹാൻഡ് പവറിൽ ഏത് പന്തിനെയും സിക്സറിലേക്ക് പറത്തിറക്കാനുള്ള അപാരമായ ആ പാടവത്തെ സമ്മതിക്കാതെ വയ്യ. രാജസ്ഥാൻ റോയൽസ് 50 കടക്കാൻ എത്രയോ ഓവറുകൾ ഫേസ് ചെയ്ത മത്സരത്തിൽ വൈഭവ് വെറും 15 പന്തുകളിലാണ് 50 പിന്നിട്ടത്. അപ്പുറത്തുള്ള യശസ്വി ജയ്സ്വാളിന് വെറും ഒരു കാഴ്ചക്കാരൻ്റെ റോൾ മാത്രം. വൈഭവ് കൊടുങ്കാറ്റിൽ തളർന്ന ചെന്നൈ ബോളർമാർക്ക് യാതൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ന്യൂ ബോൾ എടുത്ത മാറ്റ് ഹെൻറിയാണ് ഏറ്റവും ക്രൂരമായി ശിക്ഷിക്കപ്പെട്ടത്. വേണമെങ്കിൽ ആദ്യ ഓവറിലെ ആ ക്യാച്ച് വിട്ടുകളഞ്ഞത് കൊണ്ടല്ലേ എന്ന് മാറ്റ് ഹെൻറിക്ക് വാദിച്ചു നോക്കാം. സംഗതി CSK റീലോഡഡ് ആണ്. സ്ഫോടനാത്മകമായ ബാറ്റിങ്ങിന് ശേഷിയുള്ളവരാണ് എന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നനഞ്ഞു കിടക്കുന്ന ഒരു പിച്ചിൽ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ചെന്നൈ ബാറ്റർമാർ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു. ഒരു അടിത്തറ പാകിയ ശേഷം പൊരുതാവുന്ന സ്കോറിലേക്ക് ഉയരുന്നതായിരുന്നു ഉചിതം. മത്സരശേഷം CSK ബാറ്റിംഗ് കോച്ച് മൈക്ക് ഹസിയും പറഞ്ഞത് ഇതേ കാര്യമാണ്. ടോസ് നഷ്ടമായെങ്കിലും കുറച്ചുകൂടി നന്നായി ബാറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു 150-160 വരെയൊക്കെ എത്താമായിരുന്നു എന്നാണ് ഗെയ്ക്വാദിൻ്റെ പ്രതികരണം. രാജസ്ഥാൻ ബോളർമാരും ക്യാപ്റ്റൻ പരാഗും കാര്യങ്ങൾ കൃത്യമായി തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സഞ്ജു സാംസണെ നാന്ദ്രേ ബർഗർ കുരുക്കിയതും ഒരു ബ്രില്യൻ്റ് എക്സിക്യൂഷൻ ആയിരുന്നു. തുടക്കത്തിൽ ഇൻസ്വിംഗറുകൾ എറിഞ്ഞ് സഞ്ജുവിനെ പ്രതിരോധത്തിലാക്കിയ നാന്ദ്രേ ബർഗർ പെട്ടെന്ന് ട്രാക്ക് മാറ്റിയത് സഞ്ജുവിനെ റീഡ് ചെയ്യാനായില്ല. മത്സരശേഷം റിയാൻ പരാഗ് സഞ്ജുവിൻ്റെ വിക്കറ്റും ഫീൽഡ് പ്ലേസ്മെൻറ്റും ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്തു. മറ്റു ബാറ്റർമാരുടെ കാര്യത്തിലും ഇതേ പ്ലാനിംഗ് തന്നെ കാണാം. ടോസ് ജയിച്ചത് തന്നെയാണ് രാജസ്ഥാന് കാര്യങ്ങൾ എളുപ്പമാക്കിയത്. ഏപ്രിൽ 3-ന് ചെപ്പോക്കിലാണ് ചെന്നൈക്ക് ഇനി ഇറങ്ങേണ്ടത്. എതിരാളികൾ പഞ്ചാബ് കിങ്സ്. ടീം ലൈനപ്പിലും ഒരുപക്ഷേ പരീക്ഷണങ്ങൾക്ക് ചെന്നൈ മുതിർന്നേക്കാം. ആദ്യ മത്സരത്തിലെ കനത്ത തോൽവി ചെന്നൈയെ നെറ്റ് റൺ റേറ്റിലും ഒരുപാട് പിന്നിലാക്കിയിട്ടുണ്ട്.